Hey guys, it's me Ashwati and welcome back to our channel Mentortales. So നാളെ നമ്മുടെ സ്പെക്ട്രം എക്സാം ആണ്, ദാറ്റ് ഈസ് കോമൺ പേപ്പറാണ് സ്പെക്ട്രം. മീൻസ് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സ്പെക്ട്രത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ എക്സാമിന് കയറുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഇതിൽ നമ്മുടെ പാറ്റേൺ ഷോർട്ട് നോട്ടായിരിക്കും ആദ്യം, ദെൻ ഷോർട്ടസ്റ്റ്, ദെൻ ലോങ്ങസ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ബിഫോർ ദ എക്സാം ഈ ഒരു വീഡിയോ കണ്ടു പോവുക, ജസ്റ്റ് എല്ലാം ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. സോ നമ്മൾ നേരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 2 or 3 സെൻറ്റൻസ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഡോൺ ക്വിക്സോട്ട്സ് എക്സ്പ്ലനേഷൻ ഫോർ വാണ്ടറിങ് അറൗണ്ട് ഇൻ ആർമർ ഡ്യൂറിങ് പീസ് ടൈം? ഓക്കെ, അപ്പോൾ ഡോൺ ക്വിക്സോട്ട് അയാൾ ഈ പീസ് ടൈമിൽ സമാധാനമായിട്ട് നിൽക്കുന്ന ടൈമിൽ ഈ ആർമറൊക്കെ ധരിച്ചും കൊണ്ട് എന്തിനാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്ലൈ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഏതാ ചാപ്റ്റർ? ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് ഡിവൈഡഡ് ടൈംസ് എന്നുള്ള അമാൻഡ മിക്കലോപോളോൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുമ്പോൾ സെർവൻറ്റസിൻ്റെ ഒരു ക്ലാസിക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഡോൺ ക്വിക്സോട്ടിനെ ഒരു മാഡ് മാൻ ആയിട്ടാണ് വില്ലേജസ് ഒക്കെ കാണുന്നത്. ഓക്കെ, ഡോൺ ക്വിക്സോട്ട് ഇസ് കൺസിഡർഡ് ആസ് എ മാഡ് മാൻ, okay, in the eyes of villagers. So when he is asked why he is wandering during this peace time in armor, what he said is he is a wandering knight. അയാൾ വാണ്ടർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പടയാളിയാണെന്നാണ് അയാൾ പറഞ്ഞത്. അത് മാത്രമല്ല പറഞ്ഞത്, ഹീ ഈസ് ആൻ അംബാസഡർ ഓഫ് ഗോഡ് ഓൺ എർത്ത്. ഓക്കെ, ദൈവത്തിന് എർത്തിലുള്ള ഒരു അംബാസഡർ, ദൈവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ അതായിരുന്നു അയാളുടെ ഒരു റിപ്ലൈ എന്ന് പറഞ്ഞാൽ. Okay, so Don Quixote is a madman to the villagers he meets. When they ask him why he is moving in armor in peacetime, he said that he is a wandering knight and he is the ambassador of God on earth. Okay, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, on what grounds according to Fatima Begum would Vishwan be charged even if he fails to commit suicide? Okay, ഇത് ഏതാ ചാപ്റ്റർ? ഇത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കോമള എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫാത്തിമ ബീഗം ആ ചാപ്റ്ററിൽ വരുന്ന അഡ്വക്കേറ്റ് ആണ്. സോ ഫാത്തിമ ബീഗത്തിൻ്റെ അവരുടെ അഭിപ്രായ പ്രകാരം വിശ്വൻ ആത്മഹത്യ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഗ്രൗണ്ട്സിലാണ് വിശ്വനെ ചാർജ് ചെയ്യാൻ പറ്റുക? ഏതൊക്കെ ഗ്രൗണ്ട്സിലായിരുന്നു? സോ നമുക്ക് പറയാം, സെക്ഷൻ 309 ഓഫ് ദ IPC പ്രകാരം സൂയിസൈഡ് ചെയ്യുന്നത് ഒരു തെറ്റാണ്. ഓക്കെ, സോ അതൊരു ഒഫൻസാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു 10 years ഇംപ്രിസൺമെൻറ്റും ഒരു ഫൈനും ഉണ്ടായിരിക്കും. മാത്രമല്ല ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ കൂട്ടായിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. സോ ഹീ ഈസ് ഇൻക്ലൈനിങ് ഹസ് ഫാമിലി ഓൾസോ ടു ദ ഡെത്ത്. അപ്പോൾ മറ്റൊരാളെ വിളിച്ചിട്ട് ആത്മഹത്യക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലും എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഫാത്തിമ ബീഗം, വിശ്വൻ വുഡ് ബി ചാർജ്ഡ് ഈവൺ ഇഫ് ഹി ഫെയിൽസ് ടു കമ്മിറ്റ് സൂയിസൈഡ് ബിക്കോസ് എന്താണ്? Attempting suicide or prompting others to attempt suicide is a offense, is considered as a offense. Okay, section 309 of IPC makes it a offense which out of which he can get up to 10 years of imprisonment and fine. Okay, persuading another one, okay, persuading one to commit suicide is also a crime. Okay, it's also an offense. So വിശ്വനെ സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനും തൻ്റെ ഫാമിലീനെ ആത്മഹത്യക്ക് പെർസ്വേഡ് ചെയ്തതിന് ഈ 2 പേരിലും വിശ്വനെതിരെ കേസെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് അലസൻസ് റുട്ടീൻ ആഫ്റ്റർ ദ സുബ നമാസ്? ഓക്കെ, അപ്പോൾ സുബ നമാസിന് ശേഷം അലസൻ്റെ റൂട്ടീൻ എന്താണെന്നാണ് ചോദിക്കണേ. അപ്പോൾ ഇത് ഏതാ ചാപ്റ്റർ? ഇത് ഹാഫിസ് മുഹമ്മദിൻ്റെ ദ ബിഗ് ഫിഷ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താ ചോദിക്കണേന്ന് വെച്ചാൽ സുബ നമാസ്. ഓക്കെ, അപ്പോൾ മോർണിംഗ് പ്രെയറിൽ ഫസ്റ്റ് പ്രെയറാണ് ഈ സുബഹ് നമാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള അലസൻ്റെ ഒരു റൂട്ടീൻ എന്താണെന്നാണ് ചോദിക്കണത്. എന്തായിരുന്നു റൂട്ടീൻ? ഹീൽ സിറ്റ് നിയർ ദ പോണ്ട് ആൻഡ് ഹീൽ ഗേസ് അറ്റ് ഹിസ് ലിറ്റിൽ ഫിഷ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കുളത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലിറ്റിൽ ഫിഷിനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് കുറച്ച് റൈസ് ഫ്ലോർ എടുത്തിട്ട് ഈ മീനുകൾക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഷിന് കറക്റ്റായിട്ട് അറിയാം എപ്പോഴാണ് അലസൻ വരാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ അലസൻ വരുന്ന ടൈമിൽ ഈ ഫിഷുകൾ നേരെ വെള്ളത്തിൻ്റെ മേലെ വന്നിട്ട് എൻജോയ്, അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഡാൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അലസൻസ് റൂട്ടീൻ ആഫ്റ്റർ ദ സുബ നമാസ് വാസ് സിറ്റിംഗ് നിയർ ദ പോണ്ട് ആൻഡ് ഗേസിങ് അറ്റ് ഹിസ് ലിറ്റിൽ ഫിഷ്. ഹി വുഡ് ത്രോ എ ഹാൻഡ് ഫുൾ ഓഫ് റൈസ് ഫ്ലോർ. ദ ഫിഷ് ന്യൂ ദ ടൈം ഓഫ് ഹിസ് അറൈവൽ ആൻഡ് ദേ വുഡ് റൈസ് ടു ദ സർഫേഴ്സ് ടു ഡാൻസ് ഇൻ ഗ്രൂപ്പ്സ് ടു വെൽക്കം ഹിം. ഓക്കെ, സോ അലസൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ നേരെ പോണ്ടിലേക്ക് പോവുക, തൻ്റെ ലിറ്റിൽ ഫിഷിനെ നോക്കിയിരിക്കുക, അതിന് കുറച്ച് റൈസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക, ആൻഡ് ദ ലിറ്റിൽ ഫിഷ് തിരിച്ചെന്ത് ചെയ്യും? അവർ ഡാൻസ് കളിക്കും ടു വെൽക്കം ഹിം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് കോൾ ടർമറിക് ദ യെല്ലോ ഷോർ ഓഫ് വെനം?
ഇതേതാ ചാപ്റ്റർ? ഇത് സച്ചിദാനന്ദൻ്റെ ടേർമറിക് എന്നുള്ള ഒരു പോയാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് പോയറ്റ് ടർമറിക്കിനെ യെല്ലോ ഷോർ ഓഫ് വെനം എന്ന് വിളിക്കണതെന്നാണ് ചോദിക്കണത്. അപ്പം എന്തുകൊണ്ടാണ്? ദ പോയറ്റ് കോൾസ് ടർമറിക് ദ യെല്ലോ ഷോർ ഓഫ് വെനം ബിക്കോസ് അത് എന്താണ്, ടേർമറിക് എന്ന് പറഞ്ഞാൽ വെനത്തിൻ്റെ ഒരു ആൻറ്റിഡോട്ടാണ്, പോയിസണിൻ്റെ ഒരു ആൻറ്റിഡോട്ടാണ്. ആൻറ്റിഡോട്ട് മീൻസ് എന്താണ്? ഒരു മറുമരുന്നാണ്. ഓക്കെ, സോ ദിസ് ടേർമറിക് ഇസ് യൂസ്ഡ് ആസ് എൻ ആൻറ്റിഡോട്ട് ഫോർ വെനം ഓർ ഫോർ പോയിസൺ. അതുമാതിരി തന്നെ ഈ ഡിവോട്ടീസും അതുമാതിരി തന്നെ ഒറാക്കിൾസ് ഒക്കെ, ഒറാക്കിൾസ് എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട് എന്നൊക്കെ അർത്ഥമാണ്. സോ അവരൊക്കെ അവരുടെ ചീക്സ് ട്രൈഡൻസ്, ത്രിശൂലം വെച്ചിട്ട് ചീക്സ് അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് മുറിയാക്കുമ്പോൾ, അതുമാതിരി നെറ്റിയിൽ മുറിയാകുമ്പോഴൊക്കെ വൂണ്ടഡ് സ്പോട്സിൽ ടർമറിക് തേക്കുകയാണ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് സം ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വൈ ഡസ് ദ പോയറ്റ് കോൾ ടർമറിക് ദ യെല്ലോ ഷോർ ഓഫ് വെനം എന്നാണ്. സോ ദ പോയറ്റ് കോൾസ് ദ ടർമറിക് ദ യെല്ലോ ഷോർ ഓഫ് വെനം ബിക്കോസ് ഇറ്റ് ഈസ് എൻ ആൻറ്റിഡോട്ട് ഫോർ വെനം. Okay, it is used by devotees and oracles who pierce their cheeks with tridents or wound their forehead with swords to prevent the wounded spots from getting infected because turmeric is an antiseptic. അതൊരു ആൻറ്റിഡോട്ട് ആണ്, അതൊരു ആൻറ്റിസെപ്റ്റിക്കും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഈസ് ദ സ്പീക്കേഴ്സ് ബ്രദർ ട്രൈങ് ടു സ്ലീപ്പ് ഓഫ് എ മിസറബിൾ നൈറ്റ് ഷിഫ്റ്റ് അറ്റ് കാഡിലാക്? ഓക്കെ, അപ്പോൾ സ്പീക്കറിൻ്റെ ബ്രദർ എന്തിനാണ് ഒരു മിസറബിൾ നൈറ്റ് ഷിഫ്റ്റ് അറ്റ് കാഡിലാക്ക് ഉറങ്ങി തീർക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് ഏതാ ചാപ്റ്റർ? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് ഏതാ ചാപ്റ്റർ നമുക്ക് അറിയാൻ പറ്റണം, എന്നാലും നമുക്കത് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ ബ്രദറും അതുമാതിരി കാഡിലാക്ക് അതൊക്കെ വരുന്നത് ഏത് ചാപ്റ്ററിലാണെന്ന് വെച്ചാൽ ഫിലിപ്പ് ലെവിൻ്റെ വാട്ട് വർക്കീസ് എന്നുള്ള ചാപ്റ്ററിലാണ്. ഓക്കെ, വാട്ട് വർക്കീസ്. അപ്പോൾ ഇവിടെ സ്പീക്കറിൻ്റെ ബ്രദർ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇയാൾക്ക് പിറ്റേ ദിവസം നൂണിന് മുന്നേ നീക്കണം. എന്തിനാണ് നീക്കണേന്ന് വെച്ചാൽ ടു സ്റ്റഡി ജർമ്മൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹി വാണ്ട്സ് ടു ഗെറ്റ് അപ്പ് ബിഫോർ നൂൺ. ഓക്കെ, സോ ഇയാൾ ജർമ്മൻ എന്തിനാണ് പഠിക്കണേന്ന് വെച്ചാൽ ഹി ക്യാൻ സിങ് വാഗ്നർ. ഓക്കെ, ജർമ്മൻ മാസ്റ്റർ ഓഫ് ഒപ്പേറ ആയിട്ടുള്ള വാഗ്നർ ആ ഒരു ഇത് സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ജർമ്മൻ പഠിക്കണത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ദ സ്പീക്കേഴ്സ് ബ്രദർ ഇസ് ട്രൈങ് ടു സ്ലീപ്പ് ഓഫ് എ മിസറബിൾ നൈറ്റ് ഷിഫ്റ്റ് അറ്റ് കാഡിലാക് ബിക്കോസ് ഹി വാണ്ട്സ് ടു ഗെറ്റ് അപ്പ് ബിഫോർ നൂൺ ദ നെക്സ്റ്റ് മോർണിംഗ്. ഓക്കെ, ബിഫോർ നൂൺ അയാൾക്ക് ഗെറ്റ് അപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നീക്കണം, ടു സ്റ്റഡി ഹിസ് ജർമ്മൻ. Okay, he's studying German to sing Wagner, that is the German master of opera. Okay, next question. Explain. You only leave home when home won't let you stay. Okay, അപ്പോൾ ആ ഒരു ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. യു ഓൺലി ലീവ് ഹോം വെൻ ഹോം വോണ്ട് ലെറ്റ് യു സ്റ്റേ. നമ്മുടെ വീട് വിട്ടു പോകുന്നത് എപ്പോഴാണ്? വീട് നമ്മളവിടെ നിൽക്കാൻ സമ്മതിക്കാതെ വരുമ്പോഴാണ്. ആ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ദിസ് ഇസ് ടേക്കൺ ഫ്രം വിച്ച് പോയം? ഇത് വാർസൺ ഷെയർ എഴുതിയിട്ടുള്ള ഹോം എന്നുള്ള പോയത്തെ ലൈൻസ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? അതായത് എല്ലാ പീപ്പിളിനും, നമ്മുടെ എല്ലാ ആളുകൾക്കും ഹോം എന്ന് പറഞ്ഞാൽ അവരുടെ സേഫസ്റ്റ് പ്ലേസ് ആയിരിക്കും. നമുക്ക് ജോയ്, അതുമാതിരി തന്നെ നമുക്ക് കമ്പാനിയൻഷിപ്പ്, പ്രൊട്ടക്ഷൻ എല്ലാം ലഭിക്കുന്ന ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിരിക്കും ഒരാൾക്ക് അയാളുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ റെഫ്യൂജീസിന് എന്താണ് വീട്, അവരുടെ വീട് ഒരു മൗത്ത് ഓഫ് ദ ഷാർക്കായിട്ട് മാറുകയാണ്. ഓക്കെ, അതാണ് റെഫ്യൂജീസിന് സംഭവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹോമിൽ അവർ എന്താ സേഫ് അല്ല. ദേ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദെയർ ഹോംസ്. സോ അല്ലാതെ അവർ വില്ലിംഗ്ലി അവിടെ നിന്ന് പോവല്ല ചെയ്യുന്നത്. ബിക്കോസ് ദ ഹോം ഡസൻറ്റ് അലൗ ദം ടു സ്റ്റേ ദർ ബിക്കോസ് ഇറ്റ് ഹാസ് ബിക്കം ദ മൗത്ത് ഓഫ് എ ഷാർക്ക്. ഈ ഒരു ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാൽ ഫസ്റ്റ് എഴുതേണ്ടത് എന്താ? ദിസ് ലൈൻ ഡെപ്പിക്സ് ദ കണ്ടീഷൻ ഓഫ് റെഫ്യൂജീസ്. ഓക്കെ, സോ ഫോർ എവറി പീപ്പിൾ ഹോം ഈസ് ദ സേഫസ്റ്റ് പ്ലേസ് വേർ ദേ ഫൈൻഡ് ജോയ്, കമ്പാനിയൻഷിപ്പ്, അതുമാതിരി തന്നെ പ്രൊട്ടക്ഷൻ. ബട്ട് ഫോർ റെഫ്യൂജീസ് ദെയർ ഹോം ഹാസ് ബിക്കം ദ മൗത്ത് ഓഫ് എ ഷാർക്ക്. Okay, so they cannot leave there. They have to get out of their homes because the home doesn't allow them to leave there. Okay, so refugees-ന്റെ കേസാണ് അവിടെ മെൻഷൻ ചെയ്യണത്. നെക്സ്റ്റ് വൺ. വൈ വാസ് ഫാത്തിമ നോട്ട് ഹാപ്പി അബൌട്ട് മാരിയിങ് മഹ്ഫൂസ് അലി? ഓക്കെ, സോ ഫാത്തിമ മഹ്ഫൂസ് അലീനെ കല്യാണം കഴിക്കുന്നതിൽ ഹാപ്പി ആയിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് ഈ ഫാത്തിമ ആരാന്നൊക്കെ അറിയണം. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററാണ്? ഇത് നമ്മുടെ ലവ് അക്രോസ് ദ സോൾട്ട് ഡെസേർട്ട്. ഓക്കെ, ഡാറുവല്ലയുടെ ലവ് അക്രോസ് ദ സോൾട്ട് ഡെസേർട്ടത്തെ ക്യാരക്ടറാണ് ഫാത്തിമ. ഈ ഫാത്തിമനെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ആളാണ് മഹ്ഫൂസ് അലി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഈ മഹ്ഫൂസ് അലിക്ക് എന്താണ്? അയാൾ സ്ലർഡ് സ്പീച്ചും അതുപോലെ തന്നെ സ്റ്റാമറും ഉള്ള ഒരാളാണ്. അയാൾ ഭയങ്കര പതുക്കെയാണ് ഒരു സ്ലോ സ്പീച്ചാണ്. അതുപോലെ തന്നെ വിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇയാളെ കളിയാക്കലുണ്ട്. പിന്നെ ദിസ് ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഓൾസോ. ഓക്കെ, അപ്പോൾ അവൾക്ക് അതുകൊണ്ട് തന്നെ ഇയാളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് ബീങ് ഹൗണ്ടഡ് ലൈക്ക് എ മാഡ് മാൻ. ഓക്കെ, ഒരു പ്രാന്തനെ കല്ലെറിയുന്ന മാതിരത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നാണ് അവൾ പറയുന്നത്.
Okay, Fatima was not happy about marrying Mahfouz Ali because he has a slurred speech and he has got stammer. Okay, he's related to her from her mother's family. His speech was so bad that everyone mimics and teases him. It is like being hounded like a madman and pelted with stones. Okay, അങ്ങനെയാണ് ഫാത്തിമ പറയുന്നത്. സോ ഈ ഒരു ഇതിൽ നജാബും ഫാത്തിമയാണ് ലവേഴ്സ് കേട്ടോ, നജാബ് ആൻഡ് ഫാത്തിമ. അപ്പോൾ ഫാത്തിമനെ കല്യാണം കഴിക്കാൻ അവളുടെ അച്ഛൻ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആളാണ് മഹ്ഫൂസ് അലി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ദ ആക്ച്വൽ ലവേഴ്സ് ഇൻ ദിസ് ലവ് അക്രോസ് ദ സാൾട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത് ഫാത്തിമയും നജാബുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യൂണിഫോംസ് ഡു യു തിങ്ക് ദ പോയറ്റ് ഇസ് കമൻറ്റിംഗ് അബൌട്ട് ഇൻ ദ ഫ്രേസ് ബിനീത്ത് ഓൾ യൂണിഫോംസ്? സോ ബിനീത്ത് ഓൾ യൂണിഫോംസ് എന്ന് പറയുമ്പോൾ അവിടെ പോയറ്റ് യൂണിഫോംസ് കൊണ്ട് എന്ത് യൂണിഫോമാണ് ഉദ്ദേശിക്കണതെന്നാണ് ചോദിക്കണേ. ഇത് ഏതാ ചാപ്റ്റർ? ജെയിംസ് കെർക്കർപ്പിൻ്റെ നോ മെൻ ആർ ഫോർ എന്നുള്ളത്തെ ലൈനാണ്. ഇവിടെ യൂണിഫോം എന്ന് ഉദ്ദേശിക്കുന്നത് മിലിറ്ററി യൂണിഫോമിനെയാണ്. ഓക്കെ, അപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ മിലിറ്ററി യൂണിഫോമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ സോൾജിയേഴ്സും പല ഡിഫറെൻറ്റ് കൺട്രീസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അവർക്കൊക്കെ ഡിഫറെൻറ്റ് യൂണിഫോംസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ ഈ ഒരു യൂണിഫോമിൻ്റെ അടിയിലുള്ളത് എന്താണ്? ഒരു ഹ്യൂമൻ ആണ്. ഓക്കെ, ഹി ഹാസ് ഗോട്ട് ദ സെയിം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആസ് എവറി വൺ. Okay, so in the phrase beneath all uniforms, the poet refers to the military uniform worn by the soldiers in different countries. Okay, so each country has different uniform for its soldiers. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മേഡ് ദ നരേറ്റർ തിങ്ക് ദാറ്റ് ദ ബ്ലാക്ക് ബോയ് കുഡ് ബി ദ സൺ ഓഫ് സെർവൻറ്റ് ഓഫ് വൈറ്റ് ബോയ്സ് ഹോം? സോ ഈ ഒരു ബ്ലാക്ക് ബോയ് എന്ന് പറയുന്നത് വൈറ്റ് ബോയിൻ്റെ വീട്ടിലത്തെ സെർവൻറ്റിൻ്റെ മകനായിരിക്കും എന്ന് ചിന്തിക്കാൻ നരേറ്ററിന് എന്തുകൊണ്ടാണ് തോന്നിയത് എന്നാണ് ചോദിക്കണേ. ഇത് ഏതാ ചാപ്റ്റർ? ഡേൽ ഹെൻഡ്രിക്സിൻ്റെ ജമൈക്കൻ ഫ്രാഗ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ നരേറ്ററിന് തോന്നാൻ കാരണം എന്താണ്? കാരണം നരേറ്റർ നോക്കുമ്പോൾ ഈ വൈറ്റ് ബോയ് കുറേ ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്, ബ്ലാക്ക് ബോയ് അതൊക്കെ എന്താണ് അനുസരിക്കുന്നുണ്ട്, ലൈക്ക് എ സ്ലേവ്, ലൈക്ക് എ സെർവൻറ്റ്. അപ്പം അതിങ്ങനെ അനുസരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വൈറ്റ് ബോയ് ഭയങ്കര രാജകീയമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഈ ബ്ലാക്ക് ബോയ് ഇവൻ്റെ പിന്നാലെ ഒരു സെർവൻറ്റിനെ മാതിരി നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ് ദാറ്റ് ഇയാൾ ചിലപ്പോൾ ഈ ബ്ലാക്ക് ബോയ് എന്ന് പറയുന്നത് വൈറ്റ് ബോയുടെ വീട്ടിലത്തെ സെർവൻറ്റിൻ്റെ കുട്ടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അനുസരിക്കുന്നത്, അങ്ങനെ ഇയാൾ ചിന്തിക്കുകയാണ്. Okay, so the narrator thought that the black boy could be the son of the servant of the white boy's home because the white boy was giving order and the black boy was simply obeying him. Moreover, the white boy was walking imperiously in front and the black boy was walking behind him like a servant. Okay, so ഇത് കാണിക്കുന്നത് ഈ റെമനൻസ് ഓഫ് റേസിസം പ്രസൻറ്റ് ഇൻ ദ പീപ്പിൾസ് മൈൻഡാണ്. റേസിസം പോയെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്കി പീസസ് റെമനൻസ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, റെമനൻസ് ഓഫ് റേസിസം ഇൻ പീപ്പിൾസ് മൈൻഡും കൂടി ഇതിൻ്റെ ഒരു റീസൺ ആണ്. ഓക്കെ, അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, ഹൗ അക്കോർഡിംഗ് ടു മലാല ആർ ദ ടെററിസ്റ്റ് മിസ്യൂസിങ് ദ നെയിം ഓഫ് ഇസ്ലാം ആൻഡ് പാഷ്തൂൺ സൊസൈറ്റി ഫോർ ദെയർ ഓൺ പേഴ്സണൽ ബെനിഫിറ്റ്സ്? സോ മലാലയുടെ UN സ്പീച്ചിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ടെററിസ്റ്റ് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ പാഷ്തൂൺ സൊസൈറ്റിയുടെയും നെയിം അവരുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി മിസ്യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ അക്കോർഡിംഗ് ടു മലാലൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു മലാല, ദ ടെററിസ്റ്റ് ആർ മിസ്യൂസിങ് ദ നെയിം ഓഫ് ഇസ്ലാം ആൻഡ് പാഷ്തൂൺ സൊസൈറ്റി ഫോർ ദെയർ ഓൺ പേഴ്സണൽ ബെനിഫിറ്റ് ബിക്കോസ് ദേ മിസ്ഇൻറ്റർപ്രിറ്റ് ദെയർ ടീച്ചിങ്സ്. ഓക്കെ, അവർ ഈ ഒരു ഇസ്ലാമിൻ്റെ ഒക്കെ ടീച്ചിങ്സിനെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിലീജിയൻ ഓഫ് പീസ്, ഹ്യൂമാനിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഓക്കെ, സമാധാനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ഒക്കെ ഒരു മതം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം എന്നുള്ളത്. ഓക്കെ, സോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് ഓരോ കുട്ടിക്കും എഡ്യൂക്കേറ്റഡ് ആവാൻ എന്നുള്ളത് അവൻ്റെ റൈറ്റ് ആണെന്നാണ്, അവൻ്റെ ഡ്യൂട്ടി ആണെന്നാണ്. ഓക്കെ, പാഷ്തൂൺ സൊസൈറ്റി പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഫോർ ഇറ്റ്സ് ഡോട്ടേഴ്സ് ആൻഡ് സൺസ്. ഓക്കെ, അവരുടെ മക്കൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എഡ്യൂക്കേഷൻ വേണമെന്നാണ് പാഷ്തൂൺ സൊസൈറ്റി പറയുന്നത്. പക്ഷേ ഈ ടീച്ചിങ്സിനൊക്കെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാണ് ടെററിസ്റ്റുകൾ ചെയ്യുന്നത് ഫോർ ദെയർ ഓൺ പേഴ്സണൽ ബെനിഫിറ്റ്. ഓക്കെ, സോ അതാണ് അക്കോർഡിംഗ് ടു മലാല ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു മലാല, ദ ടെററിസ്റ്റ് ആർ മിസ്യൂസിങ് ദ നെയിം ഓഫ് ഇസ്ലാം ആൻഡ് പാഷ്തൂൺ സൊസൈറ്റി ഫോർ ദെയർ ഓൺ പേഴ്സണൽ ബെനിഫിറ്റ്സ് ബൈ മിസ്ഇൻറ്റർപ്രിറ്റിംഗ് ദ ടീച്ചിങ്സ്. ഓക്കെ, മിസ്ഇൻറ്റർപ്രിറ്റിംഗ് ദെയർ ടീച്ചിങ്സ്. Islam എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിലീജിയൻ ഓഫ് പീസ്, ഹ്യൂമാനിറ്റി ആൻഡ് ബ്രദർഹുഡ്. And according to Islam, it is the duty of every child to get educated. And according to Pashtun society, they want education to both their daughters and their sons. Okay, and the terrorists are misinterpreting these teachings. അപ്പോൾ അതാണ് മലാല പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ദ ഹ്യൂമൻ ആനിമൽ എക്സ്പീരിയൻസ് ലവ്? ഓക്കെ, ഹൗ ക്യാൻ ദ ഹ്യൂമൻ ആനിമൽ എക്സ്പീരിയൻസ് ലവ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇത് ഏത് ചാപ്റ്ററത്തെയാണ്? കെയറിങ് ഫോർ ആനിമൽസ്, ജോൺ സിൽക്കൻ്റെ കെയറിങ് ഫോർ ആനിമൽസ് എന്നുള്ളത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ ദ ഹ്യൂമൻ ആനിമൽ എക്സ്പീരിയൻസ് ലവ് എന്നുള്ളത്.
അപ്പോൾ അതെന്താ അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഹ്യൂമൻ ആനിമലിന് ലവ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അനിമൽസിനെ കെയർ ചെയ്താൽ മതി. ഹ്യൂമൻ ഇസ് ആൻ ആനിമൽ. ഓക്കെ, ഹ്യൂമൻ ഒരു ആനിമലാണ്. അപ്പോൾ ആ ഒരു അനിമലിന് ലവ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് അനിമൽസിന് കെയർ കൊടുക്കുക. ഓക്കെ, ഹ്യൂമൻ ആനിമലിന് ലവ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കെയർ ഫോർ അതർ ആനിമൽസ്. ഓക്കെ, ജസ്റ്റ് ഷോ മേഴ്സി ടു അതർ ആനിമൽസ്. അങ്ങനെയാണ് ഹ്യൂമൻ ആനിമലിന് ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഷോർട്ട് നോട്ടത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റീസൺ ഫോർ ബെറ്റ്സ് ഏർലി മാരേജ്? ബെറ്റിൻ്റെ ഏർലി മാരേജിൻ്റെ റീസൺ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത് അന്നെ ടൈലറിൻ്റെ ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് ആ ഒരു ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ റീസൺ ഫോർ ബെറ്റ്സ് ഏർലി മാരേജ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ബെറ്റിൻ്റെ ഏർലി മാരേജിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവൾക്ക് വീട്ടിൽ നിന്ന് പോകാനുള്ള അവളുടെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, ഡീപ്പ് ഡിസയർ ടു ഗെറ്റ് അവേ ഫ്രം ഹെർ ഹോം. ഓക്കെ, സോ അവൾ പറഞ്ഞത് അവളുടെ ഒരു ചിന്ത പ്രകാരം ഷീ തോട്ട് ദാറ്റ് ഷീ വുഡ് ബി ഹാവിങ് എ ഹാപ്പിയർ ലൈഫ് ഇഫ് ഷീ ഗോട്ട് അവേ ഫ്രം ദ ഹോം ഓഫ് ഹെർ പാരൻസ്. ഓക്കെ, സോ ബെറ്റിൻ്റെ ഏർലി മാരേജിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബെറ്റ് കരുതിയിരുന്നത് അവളുടെ വീട്ടിൽ നിന്ന് പാരൻസിൻ്റെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അവൾക്കൊരു ഹാപ്പിയർ ലൈഫ് കിട്ടും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പോകാനുള്ളൊരു ഡീപ്പ് ഡിസയർ അവൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ വേഗം കല്യാണം കഴിക്കുന്നത്. ഓക്കെ, സോ ദ റീസൺ ഫോർ ബെറ്റ്സ് ഏർലി മാരേജ് വാസ് ഹെർ ഡീപ്പ് ഡിസയർ ടു ഗെറ്റ് അവേ ഫ്രം ഹെർ ഹോം. She thought she would be having a happier life if she got away from the home of her parents. Okay, അപ്പോൾ ഇത്രയാണ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് എസ്സേ ടൈപ്പിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ എംബ്ലമാറ്റിക് ഹീറോസ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആസ് മോഡേൺ. ഓക്കെ, യൂറോപ്യൻ ലിറ്ററേച്ചറിൻ്റെ എംബ്ലമാറ്റിക് ഹീറോസിനെ മോഡേൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ, മോഡേൺ കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ. ഇത് ഏത് ചാപ്റ്ററാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അമാൻഡ മിക്കലോപോലോൻ്റെ ഡിവൈഡഡ് ടൈംസത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ പറയാൻ പറ്റുക? എംബ്ലമാറ്റിക് ഹീറോസ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആസ് മോഡേൺ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഓക്കെ, നമുക്ക് പറയാം ഹോമർ അദ്ദേഹത്തിൻ്റെ ഒഡീസി, അതുമാതിരി ഷേക്സ്പിയർ തൻ്റെ ഡ്രാമയായിട്ടുള്ള ഹാംലെറ്റ്, സെർവൻറ്റിസ് ദാറ്റ് ഡോൺ ക്വിക്സോട്ട്, അതുമാതിരി തന്നെ ഗോത്തെ റൊമാൻസ് ആയിട്ട് ഗോത്തെ എഴുതിയത് ഏതായിരുന്നു? സോറോസ് ഓഫ് യങ് വെർത്തർ എന്നുള്ളത്. ഇവരൊക്കെ ഇത് എഴുതിയത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഒരു പാറ്റേണിലാണ് എല്ലാ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ നരേറ്റീവ്സുകളും ഈ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പാറ്റേൺ ഫോളോഡ് ബൈ ദിസ് ഹോമർ, സെർവൻറ്റിസ്, ഷേക്സ്പിയർ ആൻഡ് ഗോത്തെ. Okay, so every modern and postmodern narratives follow these patterns. Okay, so they also have their marginalized heroes അല്ലെങ്കിൽ ആൻറ്റി ഹീറോസ്. ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹോമറിൻ്റെ ഒഡീസി ആണെങ്കിലും ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ആണെങ്കിലും ഗോത്തേൻ്റെ വെർത്തർ ആണെങ്കിലും അതുമാതിരി സെർവൻറ്റിസിൻ്റെ ഡോൺ ക്വിക്സോട്ട് ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഹീറോ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ബിക്കം പോപ്പുലർ ഫോർ ദെയർ ഇൻ്റർപ്രിട്ടേഷൻ ഓർ ഡിസ്റ്റോർഷൻ ഓഫ് തിങ്സ്. ഓക്കെ, അവരുടെ എന്തെങ്കിലും ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഓഫ് തിങ്സ് വഴിയാണ് അവർ പോപ്പുലർ ആവുന്നത്. ഇപ്പം നമ്മൾ ഒഡീസിയസ് എടുക്കുകയാണ്. ഒഡീസിയസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഡീസിയസിൻ്റെ ഹോംലാൻഡാണ് ഇത്താക്ക. അപ്പോൾ ഇത്താക്കയിൽ എത്തുന്നതിന് മുന്നേ അദ്ദേഹം ഫേഷ്യൻസിൽ എത്തുന്നുണ്ട്. ഫേഷ്യൻസ് പറയുമ്പോൾ ഫേക്ക് ഐലൻഡിലുള്ള പീപ്പിളാണ്. അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹീസ് നേക്കഡ് ആൻഡ് ഇൻ ഡിസപ്പോയിൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ എത്തുന്ന ടൈമിൽ അയാൾ ഹീസ് നേക്കഡ് ആൻഡ് ഹീസ് ഇൻ ഡിസപ്പോയിൻമെൻറ്റ്. ഓക്കെ, സോ ദിസ് ഒഡീസിയസ് എന്ന് പറഞ്ഞാൽ മോഡേൺ റെഫ്യൂജീസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മോഡേൺ റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ നോസിക്ക ആൻഡ് ഹെർ ഫ്രണ്ട്സിൻ്റെ കണ്ണിൽ ഒഡീസിയസ് ലുക്സ് ടെറിഫൈങ്. അതൊരു ഇൽ കെപ്റ്റ് ലയൺ, ഭയങ്കരമായിട്ട് ഹംഗ്രി ആയിട്ട് നിൽക്കുന്ന ഒരു ലയൻ്റെ മാതിരിയാണ്. ഓക്കെ, ദർ ഇസ് ഏർജൻസി ഇൻ ഹിസ് ഹങ്കർ. അത് മോഡേൺ റെഫ്യൂജീസിൻ്റെ കേസാണ്. അവർ അത്രയും ഹങ്കർ ഒക്കെ സഹിച്ചിട്ടാണ്, അത്രയും മിസറബിൾ കണ്ടീഷനാണ് അവരുടെ. സിമിലർലി നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാംലെറ്റ് എന്ന് പറയുമ്പോൾ ക്ലോഡിയസിൻ്റെയും ഗർട്രൂഡിൻ്റെയും കണ്ണിൽ എന്താണ്, he looks desire. ഓക്കെ, അതുമാതിരി ഡോൺ ക്വിക്സോട്ട്, നമ്മുടെ സെർവൻറ്റിസിൻ്റെ ഡോൺ ക്വിക്സോട്ട് എടുത്തു കഴിഞ്ഞാൽ ഹീസ് എ മാഡ്മാൻ ടു ദ വില്ലേജേഴ്സ്. ഓക്കെ, വെൻ ദേ ആസ്ക് ഹിം വൈ ഈസ് വാണ്ടറിങ് ഇൻ ആർമർ ഡ്യൂറിങ് പീസ് ടൈം ഹി സെഡ് ദാറ്റ് ഹീസ് എ വാണ്ടറിങ് നൈറ്റ്, ഹീസ് എൻ അംബാസഡർ ഓഫ് ഗോഡ് ഓൺ എർത്ത്. അതുപോലെ തന്നെ ഗോത്തേസിൻ്റെ വേർത്തർ എന്നുള്ള ക്യാരക്ടർ ഹീസ് ക്രേസി. ഓക്കെ, അദ്ദേഹത്തിന് മറ്റൊരാളുടെ ഭാര്യനോട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയമാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അപ്പോൾ അതിന് ഇയാളുടെ ലവർ, മറ്റൊരാളുടെ ഭാര്യയാണ് ഇയാളുടെ ലവർ എന്ന് പറയുന്നത്. ആൻഡ് ഹെർ നെയിം ഇസ് ലോട്ടെ, അതായത് ചാർലോട്ട് എന്നൊക്കെയാണ്. ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ലവറിൻ്റെ വീട്ടിലേക്ക് ഇയാളുടെ സെർവൻറ്റിനെ പറഞ്ഞയക്കും. ഓക്കെ, സോ എന്തിനാണ് പറഞ്ഞയക്കണതെന്ന് വെച്ചാൽ ഹി വുഡ് ഹാവ് സം വൺ ഹു ഹാവ് ബീൻ വെരി ക്ലോസ് ടു ഹെർ. അതായത് അവളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന ഒരാൾ തൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇയാൾ സെർവൻറ്റിനെ വിടുന്നത്. സോ ഹീസ് ക്രേസി. ഓക്കെ, സോ ഈ മോഡേൺ ഹീറോസൊക്കെ, നമ്മുടെ ഇന്നത്തെ മോഡേൺ ഹീറോസൊക്കെ ഈ ഡോൺ ക്വിക്സോട്ട് അല്ലെങ്കിൽ ഒഡീസിയസ്, ഹാംലെറ്റ്, വെർത്തർ ഇവരെയൊക്കെ പോലെ തന്നെയാണ്. ഓക്കെ, സോ എന്താ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുക,
you look carefully, we see that Homer created his Odyssey, Shakespeare wrote his drama Hamlet, Cervantes wrote about the love for wandering, and Goethe wrote on romance of Werther. So every modern and postmodern narratives follow these patterns. Okay. They also have their marginalized heroes or anti-heroes. They became popular and we like them for their interpretations or distortion of things. Let us take the example of Odysseus. Before he reaches Ithaca, he washes upon the island of Phaeacians. He is naked and in disappointment. He is like the modern refugees who arrives on the shore of the Greece. In the eyes of Nausicaa and her friends, he looks terrifying. They think he is like an ill-kept lion. His eyes are burning. He is hungry and he wants to eat. There is urgency in his hunger. In the light of modern refugees, we can see how hungry and miserable they are. Only when they are washed, fed and properly clothed, they become human beings. Hamlet also looks bizarre in the eyes of Claudius and Gertrude. Don Quixote is a madman to the villagers he meets. When they ask him why he is moving about in armor in peacetime, he presents himself as a wandering knight, an ambassador of God on earth. Goethe's Werther is crazy with love. He sends his servant to Lotte's house so that he can have someone who has been close to her with him. So our modern heroes are very much like this Odysseus, Hamlet, Don Quixote and Werther. അപ്പോൾ അതാണ് ആ ഒന്നാമത്തെ ഒരു ഷോർട്ട് ടെസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സീൻ ഓഫ് പ്രൊട്ടസ്റ്റ് ഇൻ ദ ബിഗ് ഫിഷ്. ബിഗ് ഫിഷ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ സീന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. സോ അലസനും മറിയം കൂടി അവരുടെ ബാപ്പാനെ കാണാൻ പോവുകയാണ്. സോ ആ ഒരു ടൈമിലാണ്, ആ ഒരു ഈവനിങ് ടൈമിലാണ് ജംഗ്ഷനിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ അലസൻ്റെ ഒരു ഫ്രണ്ട് പറയും അവിടെ അങ്ങോട്ട് പോകണ്ട, അവിടെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അലസൻ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് യങ് മാൻ ജീപ്പ് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഷൗട്ടിങ് സ്ലോഗൻസ്. എന്താണ് സ്ലോഗൻസ്? യാങ്കി ലാക്കീസ്, ഗോ ബാക്ക് ഹോം, സേ നോ ടു കില്ലർ കോള, ഡ്രൗൺ ദ വേൾഡ് പോലീസ് ഇൻ അറേബ്യൻ സീ, ഡെത്ത് ടു ഗ്ലോബൽ ക്യാപിറ്റൽ. ഇങ്ങനത്തെ സ്ലോഗൻസാണ് അവർ പറയുന്നത്. ഇപ്പം ഈ ഒരു ടെയ്ലർ എന്നുള്ള ഈ അലസൻ്റെ ഫ്രണ്ട് പറയുന്നത് ഒരു ടെററിസ്റ്റ് ആണെന്നാണ്. ഓക്കെ, സോ ഇവിടെ അലസൻ ആൻഡ് മറിയം പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബാപ്പാൻ്റെ അടുത്ത് ആ ഒരു ഫിഷ് ഗ്രോയിങ് പ്രൊജക്റ്റിനെ പറ്റി പറയാനാണ്. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ സീൻ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഗ്ലോബലൈസേഷൻ്റെ ഈ ഒരു ട്രിക്സ് ആൻഡ് ട്രാപ്സ് മനസ്സിലാക്കാൻ കുറച്ച് പേർക്കെങ്കിലും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സീൻ സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. Okay, so the scene is significant because it tells us that some people in the country recognize the traps and tricks of the globalization. I think traps and tricks of the powers that propagate the globalization. Okay, so this protest scene shows that globalization was not universally welcome. Okay, there were people who did not like it. Okay, അപ്പോൾ അതാണ് ഈ ഒരു ഇമ്പോർട്ടൻസ്, സീൻ ഓഫ് പ്രൊട്ടസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അവരുടെ സ്ലോഗൺ ഒന്ന് നോക്കിയിരിക്കണം. ദറ്റ് ഇസ് യാങ്കി ലാക്കീസ്, ഗോ ബാക്ക് ഹോം, സേ നോ ടു കില്ലർ കോള, ഡ്രൗൺ ദ വേൾഡ് പോലീസ് ഇൻ അറേബ്യൻ സീ, ഡെത്ത് ടു ഗ്ലോബൽ ക്യാപിറ്റൽ. ഈ സീൻ ഓഫ് പ്രൊട്ടസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷനെതിരെ ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ആ ഒരു ട്രാപ്പുകൾ മനസ്സിലായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് വൺ, ഇൻ വാട്ട് വേ ഡസ് ദ ഫോം ഓഫ് പോയം ഹോം റിഫ്ലക്ട് ഇറ്റ്സ് കണ്ടന്റ്. ഓക്കെ, സോ ഹോം എന്നുള്ള പോയത്തിൻ്റെ ആ ഒരു ഫോം എങ്ങനെയാണ് അതിൻ്റെ കണ്ടന്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. So the form of the poem reflects its content in an admirable way. Okay, the poem is about the horrors brought about by displacement. So this poem talks about the troubles, torments and miseries of the refugees. Okay, so for them the home has become the mouth of the shark. Refugees ne avരുടെ വീട് mouth of the shark ആയി. So it is not safe for them to stay there any longer. So it may be due to poverty, war, ethnic, racial or tribal fights or atrocities that brings out violence in their homeland of the refugees. Okay, then they are forced to flee their homes. Okay, അവർ ഇഷ്ടപ്രകാരമല്ല വീട്ടിൽ നിന്ന് പോരുന്നത്. They are forced to flee. അവർക്ക് പോന്നേ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു പോയത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ എൻജാംമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എൻജാംമെൻറ്റ് എന്ന് പറഞ്ഞാൽ റൺ ഓൺ ലൈൻസ്, അതായത് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂഷൻ ഓഫ് എ സെൻറ്റൻസ് വിത്തൗട്ട് എ പോസ്. അപ്പോൾ അത് കാണിക്കുന്നത് ഹോംലെസ്നെസ്, സ്റ്റേറ്റ്ലെസ്നെസ് ആൻഡ് അൺസ്പീക്കബിലിറ്റി ഓഫ് ദ ടോർമെൻറ്റ്സ് ദ റെഫ്യൂജീസ് സഫർ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് കാണിക്കുന്ന? വീടില്ലാത്ത അവസ്ഥ, സ്റ്റേറ്റ് ഇല്ലാത്ത അവസ്ഥ, ഇവരുടെ ടോർമെൻറ്റ്സിനെ പറ്റി ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെയാണ് ഈ ഒരു എൻജാംമെൻറ്റിലൂടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഹോം എന്നുള്ള പോയത്തിൻ്റെ ഫോമിൽ ഫസ്റ്റ് വരുന്ന എൻജാംമെൻ്റ് ആണ്. എൻജാംമെൻറ്റ് മീൻസ് ഹിയർ there is no pause at the end of any line or stanza. This shows the homelessness, statelessness and unspeakability of the torments of refugees.
ഓക്കെ. ദെൻ അവിടെ റിപ്പീറ്റേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റേഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഷോ ദ മിസറബിൾ പ്ലൈറ്റ് ഓഫ് ദ റെഫ്യൂജീസ്. മിസറബിൾ പ്ലൈറ്റ് ഓഫ് റെഫ്യൂജീസ് കാണിക്കാൻ അവിടെ റിപ്പീറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അവിടുത്തെ ടോണ്, അതുമാതിരി ഇമേജറി, അതുപോലെ തന്നെ ഫിഗറേറ്റീവ് ലാംഗ്വേജ്, അതൊക്കെ റീഡറിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു റെഫ്യൂജീസിന് ഉണ്ടാവുന്ന ഒരു ടെറർ, ആ ഒരു അവസ്ഥ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് റീഡേഴ്സിന്. ഓക്കെ. ദാറ്റ് ടോൺ, ഇമേജറി ആൻഡ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഇൻ ദ പോയം. ഓക്കെ. സോ ഇൻ വാട്ട് വേ ഡസ് ദ ഫോം ഓഫ് ദ പോയം ഹോം റിഫ്ലക്ട് ഇറ്റ്സ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഒന്നാമത് എൻജാംമെൻ്റ് ആണ്. എൻജാംമെൻറ്റ് വഴി ഇറ്റ് റെഫേഴ്സ് ടു ഹോംലെസ്നെസ്, സ്റ്റേറ്റ്ലെസ്നെസ് ആൻഡ് ദ അൺസ്പീക്കബിലിറ്റി ഓഫ് ദ ടോർമെൻറ്റ്സ് റെഫ്യൂജീസ് സഫർ. പിന്നെ റിപ്പീറ്റേഷൻ എന്തിനു വേണ്ടിയിട്ട്? ടു എംഫസിസ് ദ മിസറബിൾ പ്ലൈറ്റ് ഓഫ് ദ റെഫ്യൂജി. ദെൻ ദ ടോൺ, ഇമേജറി ആൻഡ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് persuade the reader to pay attention to the plight of this, or to the terror that the refugees face while leaving the home. Okay. Next question, the legend of Panchmai Pir. ഇത് നമ്മുടെ ലവ് അക്രോസ് ദ സോൾട്ട് ഡെസേർട്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, ലെജൻഡ് ഓഫ് പാഞ്ച്മായി പിർ. സോ പാഞ്ച്മായി പിർ എന്ന് പറയുന്നത് ഒരു സൂഫി സെയിൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ കാലാദൂങ്കർ എന്നുള്ള ബ്ലാക്ക് ഹില്ലിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ ഫുട് പ്രിൻസ് ഉണ്ട് എന്നാണ് വിശ്വാസം. ഓക്കെ. സോ നമ്മൾ പാഞ്ച്മായി പിറിൻ്റെ ഹെൽപ്പ് നമ്മൾ ചോദിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിച്വൽസ് ചെയ്യണം. സോ അതൊരു 100 years എഗോ തൊട്ടിട്ട് ഉള്ളൊരു ബിലീഫാണ്. സോ പാഞ്ച്മായി പിർ 100 വർഷങ്ങൾക്ക് മുന്നേ ഒരു ജാക്കലിൻ്റെ കൂടെ, അതായത് ഒരു കുറുക്കൻ്റെ കൂടെ ഈ ഇവിടേക്ക് വന്നു ടു സെർവ് ദ പീപ്പിൾ എന്നാണ് ആ ഒരു വിശ്വാസം. ഓക്കെ. ഹി വാസ് അക്കംപനിഡ് ബൈ എ ജാക്കൽ. സോ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ജാക്കൽസിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് അവിടെ വെക്കണം. എന്നിട്ട് അവിടെ ഈ പ്ലേറ്റ് ഇങ്ങനെ അടിച്ചിട്ടൊരു സൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ജാക്കൽസ് വന്നിട്ട് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. അതാണ് ആ ഒരു വിശ്വാസം. ഓക്കെ. സോ പാഞ്ച്മായി പിർ എന്നുള്ള ലെജൻഡിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ, പാഞ്ച്മായി പിർ ഇസ് എ സൂഫി സെയിൻറ്റ്. ഹിസ് ഫുട് പ്രിൻസ് ആർ സപ്പോസ് ടു ബി ദർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ബ്ലാക്ക് ഹിൽ നെയ്മഡ് കാലാദൂങ്കർ. ഓക്കെ. So people believe that if you seek the help of Panchmai Pir by a visit to his footprints and do the necessary rituals, he will definitely help you. So it is believed that over 100 years ago, Panchmai Pir came to this place, okay, to help the people, to serve the people, and he was accompanied by a jackal. Okay, he slept at the thorn jungles at night. Okay, his only friends were jackals. Okay, so the ritual is that the people should go there and place some food for the jackals and make sound. That means they have to call the jackals with some sound by tapping on the plate. If the jackals come and eat the food, they are gonna be successful in their mission. Okay, that is the legend of Panchmai Pir. Next question, the historical context of Malala's speech. Okay, so Malala's speech in the historical context എന്താണ് ചോദിക്കുന്നത്. So Malala Yousafzai എന്താണ്? She is a Pakistani who advocates for the girls' education and rights of women. At the age of 17, she was the youngest person to receive the Nobel Peace Prize. Okay, she survived an assassination attempt. She was born in 1997 in Mingora, Swat Valley. Okay, Swat Valley-ലാണ് മലാല ജനിക്കുന്നത് 1997. And this Swat Valley is a popular tourist spot. Okay. So 2009 she started blogging for BBC. Okay, so BBCക്ക് വേണ്ടിയിട്ട് 2009 തൊട്ടിട്ട് മലാല started blogging. Okay, she wrote about the life under the threat of Taliban. Okay, so at that time she used the name Gul Makai to hide her real identity. Okay, so even as a child she was an advocate for girls' education. Okay, so one day a Taliban gunman shot her and two other her friends as they were returning from school on 9th October 2012. And this attack was universally condemned. Okay, but she continued, but she survived and she continued to speak for the education of the girls. Okay, so in 2013, that is just 1 year after this incident, she gave a speech to the UN and she published her first book, I Am Malala, the girl who stood up for education and was shot by Taliban. Okay, so historical context of Malala speech ചോദിച്ചതിന് ഇത്രയും പോയിന്റ്സ് എങ്കിലും എഴുതുക. Okay, Malala Yousafzai എന്ന് പറയുന്നത് she is a Pakistani who advocates for girls' education and the rights of women. പിന്നെ ഏജ് ഓഫ് 17 she became the youngest person to receive the Nobel Peace Prize. പിന്നെ she survived an assassination attempt. She was born in 1997 in Swat Valley. That is a popular tourist spot. 2019 തൊട്ടിട്ട് she started blogging for BBC under the topic Life Under the Threat of Taliban. So at that time she used the name Gul Makai to hide her identity.
So one day returning home from school, she was shot by Taliban, and but however she recovered and she survived. She continued to fight for to speak for the education of girls. 2013, okay, she gave a speech to the UN and published her first book, that is I Am Malala, the girl who stood up for education and was shot by the Taliban. ഇത്രയും പോയിന്റ്സ് എങ്കിലും എഴുതുക. നെക്സ്റ്റ് വൺ, കമൻറ്റ് ഓൺ ദ ടൈറ്റിൽ ദ ക്രൈ ഓഫ് ദ ഗൾ. ഓക്കെ, ദ ക്രൈ ഓഫ് ദ ഗൾ, ഇമ്മാനുവൽ ലബോററ്റിൻ്റെ ക്രൈ ഓഫ് ദ ഗൾ, അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ടൈറ്റിലിനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. സോ ഇമ്മാനുവൽ ലബോററ്റിൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ക്രൈ ഓഫ് ദ ഗൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ ഷി വാസ് സ്മോൾ ഷി ലെറ്റ് ഔട്ട് എ ലോട്ട് ഓഫ് സ്ക്രീംസ്. Okay, she did it not because she was hungry or thirsty or afraid or in pain, but she wanted to talk. She wanted to hear, but the sound she was making she could not hear, but she could feel the vibrations. Her screaming did not mean anything to her parents. To them it was like the cries of gull gliding over the ocean. So they nicknamed her Moit, which means seagull in French. Moit, okay. She shrieked, but no one understood her. There was another reason why they called her Seagull, because she comes from a seafaring family. Her mother's father and brother were among the last of the Cape Horn sailors. So they called her their little Seagull. Okay, Cry of the Gull എന്നുള്ള ആ ഒരു ടൈറ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മാനുവൽ ലബോററ്റിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ്. ഓക്കെ, സോ വെൻ ഷി വാസ് സ്മോൾ ഷീ ലെറ്റ് ഔട്ട് ലോട്ട് ഓഫ് സ്ക്രീംസ്, ഒരുപാട് ഇങ്ങനെ സ്ക്രീം ചെയ്തായിരുന്നു. അതെന്തിനായിരുന്നു? നോട്ട് ബിക്കോസ് ഷി വാസ് ഹംഗ്രി ഓർ നോട്ട് ബിക്കോസ് ഷി വാസ് തേഴ്സ്റ്റി ഓർ അഫ്രീഡ് ഓർ വാസ് ഇൻ പെയിൻ, ബട്ട് ഷി വാണ്ടഡ് ടു ടോക്ക്. പക്ഷേ നോ വൺ ഹേർഡ് എനിത്തിങ്. ഓക്കെ, ബട്ട് ഷീ കുഡ് ഫീൽ ദ വൈബ്രേഷൻസ്. ഓക്കെ, ഹർ സ്ക്രീമിംഗ് ഡിഡ്ന്റ് മീൻ എനിത്തിങ് ടു ഹർ പാരൻസ്. ഓക്കെ, ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദ ക്രൈസ് ഓഫ് ദ ഗൾ, ഓക്കെ, gliding over the ocean. So they gave her a nickname, that is Moit. Okay, Moit means, it is in French it means seagull. Okay, so she shrieked, she made a lot of screams, but no one understood her. And there is one more reason why the parents called her Seagull, because she comes from a seafaring family. Her mother's father and brother were the last of the Cape Horn sailors. So അതൊരു റീസൺ തന്നെയായിരുന്നു സീഗൾ എന്ന് പറയാനുള്ള ഒരു റീസൺ ആയിരുന്നു. So they called her their little Seagull. അപ്പോൾ എന്തുകൊണ്ടും ക്രൈ ഓഫ് ദ ഗൾ, ഓക്കെ, അവൾ അത്രയും സ്ക്രീം ചെയ്തായിരുന്നു ടു ഗെറ്റ് ഹർ സൗണ്ട് ഔട്ട്. ഓക്കെ, ബട്ട് ഓൾ ഷീ കുഡ് ഫീൽ വാസ് ദ വൈബ്രേഷൻസ്. എന്തുകൊണ്ടും ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ തന്നെയാണ് ദ ക്രൈ ഓഫ് ദ ഗൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് എസ്സേസ്, ലോങ് എസ്സേ ആണ്. 4 എണ്ണത്തിൽ 2 എണ്ണം എഴുതാൻ ചോദിക്കും. അതിൽ ഫസ്റ്റ് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബെറ്റ് ബ്ലെവിൻസ് ഇസ് എ ക്യാരക്ടർ ഹു ടേക്സ് കംഫർട്ട് ഫ്രം എൻജോയിങ് ഡിസ്കസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബെറ്റ് ബ്ലെവിൻസ് ഇസ് എ ക്യാരക്ടർ ഹു ടേക്സ് കംഫർട്ട് ഫ്രം എൻജോയിങ്. സോ ഈ ബെറ്റ് ബ്ലെവിൻസ് ഇത് ഏതാ ചാപ്റ്റർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സത്തെയാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ടോക്ക് അബൌട്ട് ഹർ സ്റ്റോറി. ലോങ് എസ്സിൽ എന്ത് വന്നാലും ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു ചാപ്റ്റർ സമ്മറി എഴുതാൻ നോക്കുക. പിന്നെ ചോദിക്കാവുന്ന ഒരു ലോങ് എസ്സേ, ഹൗ ഡസ് പോൾ സീലൻ ക്യാപ്ചർ ദ ഇൻറ്റൻസ് ട്രാജിക് എക്സ്പീരിയൻസ് ഓഫ് ഹോളോകാസ്റ്റ് ഇൻ ഡെത്ത് ഫ്യൂഗ്. ഓക്കെ, ഡെത്ത് ഫ്യൂഗ് എന്നുള്ള പോയം, അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ആ ഹോളോകാസ്റ്റ്, ദാറ്റ് മീൻസ് സാക്രിഫൈസ് ബൈ ഫയർ. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് ആ ഒരു പോയത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്ന ഒരു കാര്യം, ഹൗ ഡസ് ഫിലിപ്പ് ലെവിൻ ഇവോക്ക് സിമ്പതി ഫോർ വർക്കേഴ്സ് ഇൻ വാട്ട് വർക്ക് ഈസ്. ഓക്കെ, വാട്ട് വർക്ക് ഈസ് എന്നുള്ള പോയത്തിൽ ഫിലിപ്പ് ലെവീന് എങ്ങനെയാണ് സിമ്പതി കൊണ്ടുവരുന്നത്. ഓക്കെ, അത് ചോദിക്കാം. പിന്നെ എക്സാമിൻ ഹൗ സന്തോഷ് ഏച്ചിക്കാനം പോർട്രേസ് ആൻ അൺസിമ്പത്തറ്റിക് സൊസൈറ്റി ഇൻ കൊമല. സോ കൊമലയിൽ സന്തോഷ് ഏച്ചിക്കാനം ഒരു അൺസിമ്പത്തറ്റിക് സൊസൈറ്റീനെ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്, അതും ചോദിക്കാം. സോ ലോങ് എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന 4 ചാപ്റ്റേഴ്സിൽ ഒന്ന് ഈ ഡെത്ത് ഫ്യൂഗ് എന്നുള്ള ചാപ്റ്റർ, അതിൻ്റെ സമ്മറി നിന്ന് നോക്കി വയ്ക്കുക. ദെൻ വാട്ട് വർക്കീസ് എന്നുള്ള ചാപ്റ്റർ നോക്കി വയ്ക്കുക. കൊമല ചോദിക്കും, അത് നോക്കി വയ്ക്കുക. ആൻഡ് ദെൻ ഈ ഒരു ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്, ഇതൊന്ന് 4 ഏതെങ്കിലും ചിലപ്പോൾ ഒരു ലോങ് എസ്സേ ചോദിക്കാം. സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഒരു മോഡലിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ എന്തായാലും ഇതിൽ നമ്മുടെ ചാപ്റ്ററിനെ പറ്റി നമുക്ക് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും എഴുതാൻ പറ്റും. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ചാപ്റ്ററാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്താണോ അറിയണം അത് എഴുതി വയ്ക്കുക. എന്തായാലും ഡോണ്ട് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് അറിയണത് എന്തെങ്കിലും അതിൽ എഴുതി വയ്ക്കുക. അത് ഏത് ചാപ്റ്ററാണെന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താണോ അറിയുക ജസ്റ്റ് നമ്പർ ഇട്ടിട്ട് അത് എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെ ഇതേ മോഡലിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എന്തായാലും ലാസ്റ്റ് മിനിറ്റിലിട്ട വീഡിയോ ആണ്. എന്തെങ്കിലും ഒക്കെ തെറ്റ് കണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന്
നോക്കിയിട്ട് എക്സാമിന് കയറുക. ആൻഡ് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.